മാവില കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. സുസ്വാഗതം സുഹൃത്തുക്കളെ, 123cook.in ഇത് അനുരൂപ് ജി. അമ്മമാർ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ മക്കൾക്ക് പേടിയാണിപ്പോൾ. എന്ത് ഇലയും കൊണ്ടാണ് വരുന്നത്, എന്ത് കായും കൊണ്ടാണ് വരുന്നത്, എന്ത് വേരും കൊണ്ടാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതാണ് അന്നത്തെ കറി. എന്നാൽ കറിയല്ല, ജ്യൂസും കൂടെ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളിയായിട്ടൊരു ജ്യൂസും കൂടി ഉണ്ടാക്കിയാലോ? എന്തുകൊണ്ടാണെന്നല്ലേ? മാവില കൊണ്ട്. അതെ, ഞെട്ടണ്ട, നമ്മുടെ സാധാരണ മാവില കൊണ്ട് ഒരു അടിപൊളി ജ്യൂസും. ഈ മാവില കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒന്ന്, മാവില വേണം. അപ്പോൾ മാവില സെലക്ട് ചെയ്യുന്ന സമയത്തേക്ക് അധികം മൂത്ത മാവില എടുക്കരുത്, അധികം ഇളം മാവില എടുക്കരുത്. ഒരു മീഡിയം മൂപ്പെത്തിയ മാവിലകൾ വേണം സെലക്ട് ചെയ്യാൻ. മാവിലയുടെ മുകളിൽ മോൾഡുകളോ കറുത്ത പാടുകളോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പാടുകളോ ഉണ്ടെങ്കിൽ എടുക്കരുത്. ഒരു ഗ്ലാസ്സിന് 2 മാവില മാക്സിമം എടുത്താൽ മതി. ഇനി അടുത്തത് വേണ്ടത് ചെറുനാരങ്ങ വേണം. ഒരു 1 or 2 ചെറുനാരങ്ങ വേണം. കുറച്ച് ഉപ്പ് വേണം. പഞ്ചസാര വേണം. ഒരു പച്ചമുളകോ കാന്താരി മുളകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എരിവിന് അതും കൂടെ വേണം. ഇത് 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന്, നമുക്ക് സോൾട്ടി ആയിട്ടുള്ള രീതിയിൽ ഉപ്പിട്ടിട്ടുണ്ടാക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര അധികം ചേർത്തിട്ട്, പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. പഞ്ചസാര അധികം ചേർത്തിട്ട് സ്വീറ്റ് ആയിട്ടുള്ള രീതിയിലും നമുക്കിതുണ്ടാക്കാം. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം, കസ്കസ് ഉപയോഗിക്കാം, മിൻറ്റ് ലീവ്സ് ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഇതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഫണ്ടമെൻ്റൽ ജ്യൂസിന് ഇതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറ്റ് മസാലയും റോക്ക് സോൾട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ സോൾട്ടി ആയിട്ടും കൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ വേരിയേഷൻസ് നിങ്ങൾക്ക് പല രീതിയിൽ പരീക്ഷിക്കാം. അതുപോലെ ചെമ്പരത്തിപ്പൂ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ചെമ്പരത്തിപ്പൂ ചേർത്തിട്ട് ഇതിൻ്റെ മിക്സും സാധനങ്ങൾ ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല, ഇപ്പോൾ വേറൊരു വീട്ടിൽ പോയി പറിക്കാനും പറ്റില്ല, ലോക്ക്ഡൗണിൻ്റെ കാലമാണ്. അതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ അടിപൊളി മാവില ജ്യൂസ്. ഈ മാവിൻ്റെ ഇല എടുക്കുന്ന സമയത്തേക്ക് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം മാങ്ങകൾക്ക് എല്ലാത്തിനും ഒരേ ടേസ്റ്റ് അല്ല. അതുപോലെ തന്നെയാണ് മാവിൻ്റെ ഇലകൾക്കും എല്ലാത്തിനും ഒരേ ടേസ്റ്റ് അല്ല. ഇപ്പോൾ മൂവാണ്ട മാവിൻ്റെ ഇല എടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റാണ്, നാടൻ മാവ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്, കസ്തൂരി മാവിൻ്റെ ഇല എടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ മാവിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നാടൻ മാവാണ്. അപ്പോൾ നാടൻ മാവിൻ്റെ ഇല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. ഇത് കണ്ടോ, ചെറിയ മോൾഡുകളുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇലയൊന്നും എടുക്കരുത്. നമുക്ക് നല്ല ഇല വേണം. അപ്പോൾ കുറച്ച് മുകളിലേക്കുള്ള ഇല വേണം. അപ്പോൾ നമുക്കൊരു തോട്ടി എടുത്ത് നോക്കാം. തോട്ടി ഒന്ന് എടുക്കട്ടെ. നമുക്കത് ഈ കമ്പൊന്ന് എടുത്ത് നോക്കാം. വന്നില്ല. യെസ്, ഇത് കണ്ടോ, ഇത് ഏകദേശം പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും ഇതിൽ ചെറിയ മോൾഡുണ്ട്. മോൾഡ് ഇല്ലാത്തത് നോക്കി ഞാൻ എടുക്കുകയാണ്. ഈ ഇല വലിയ കുഴപ്പമില്ല, ഇതും വലിയ കുഴപ്പമില്ല. 3, ഇത് വേണ്ട. ഇതിൽ കണ്ടോ, ഇതിൽ ചെറിയ മോൾഡുകൾ വന്നിട്ടുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. കുഴപ്പമില്ല. ഇത്രയും മതി. നമുക്കൊരു 4-5 ഇല മതി. ഒരു ഗ്ലാസ് ജ്യൂസിന് മാക്സിമം 1-1.5 അല്ലെങ്കിൽ 2 ഇല, അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. മാവില ജ്യൂസിൻ്റെ സ്വീറ്റർ വേർഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഇട്ടും പച്ചമുളക് ഇടാതെ. ആദ്യത്തേത് പച്ചമുളക് ഇടാതെ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 ഇഞ്ചി കഷ്ണം, 1-2 നാരങ്ങ, പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവില. ഈ നേരത്തെ എടുത്തു വെച്ച മാവിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പുറകുവശത്തായിരിക്കും കൂടുതലും അഴുക്കും ബാക്കിയുള്ള ഈ ചിലന്തി വിലയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് പച്ചയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 4-5 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിൻ്റെ ഞെട്ടിന് വേറൊരു ടേസ്റ്റാണ്, കുറച്ചും കൂടെ കറയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ട് നമുക്ക് ആ ഞെട്ടൊന്ന് മുറിച്ച് കളയാം. ചേർത്ത് വെച്ചിട്ട് ഞെട്ട് ഒറ്റയടിക്കങ്ങ് മുറിച്ച് കളയാം. ഇനി ഈ ഇല നമുക്ക് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ പിച്ചാത്തി കൊണ്ട് അരിയാം. ഞാനിവിടെ കൈ കൊണ്ട് കീറിയെടുക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്.
ഈ ഇല കീറിയെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മൂപ്പ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. മൂപ്പ് കൂടിയതാണോ കുറഞ്ഞതാണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി, അത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ നാരങ്ങ മുറിച്ച് വെക്കാം. നമുക്ക് നാരങ്ങ മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിലൊരു കാരണവശാലും നാരങ്ങയുടെ കുരു വീഴരുത്. കുരു വീണ് കഴിഞ്ഞാൽ കഴിക്കും. അതുകൊണ്ട് നമ്മൾ കുരു മാറ്റിയിട്ട് വേണം കഴിയുന്നതും ചെയ്യാൻ. അതല്ലെങ്കിൽ കുരു ഇല്ലാതെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ ലെവൽ നിങ്ങൾക്കുണ്ടെങ്കിൽ കുരു ഇല്ലാതെ പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലാണ് നമ്മളിടുന്നത്. ആദ്യം ഇലകളെല്ലാം ഇട്ടു. ഇനി നമുക്ക് ആ ഇഞ്ചി കഷ്ണം എടുത്തിടാം. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര. ഇപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇടാനുണ്ട്. കുരു മാറ്റി വെച്ച നാരങ്ങ എടുത്ത് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ കുറച്ചൊഴിച്ചാൽ മതി, മുഴുവൻ ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് മതി, അത്യാവശ്യം കുറച്ച് നീരൊഴിച്ചു. ഇനി കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കി വെള്ളം കൂടി ഒഴിക്കണം. ഒരു കാര്യം ആലോചിക്കണം, പിന്നെ ഇത് കഴിഞ്ഞ് ഡയല്യൂട്ട് ചെയ്യരുത്. എല്ലാ വെള്ളം ഈ ജ്യൂസിൽ അടിക്കുമ്പോൾ തന്നെ ഇടണം. ഇതാ നമ്മുടെ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, എന്താ കളറ്, അടിപൊളി കളറല്ലേ. ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. കുറച്ചുകൂടെ പഞ്ചസാര വേണമെന്ന് തോന്നുന്നു, ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഇടുകയാണ്. ഇനി ഒന്നും കൂടി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. ഗ്ലാസിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ഉപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ഈ ഗ്ലാസിൻ്റെ അറ്റത്ത് ആദ്യം ഒരു കാര്യം ചെയ്യണം, കുറച്ച് നാരങ്ങ തേക്കണം. അത് പിഴിഞ്ഞ് വെച്ച നാരങ്ങ തൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചാൽ മതി. എന്നിട്ട് അത് എങ്ങനെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ അത് നോക്കിക്കോ, ഉപ്പ് അതിൽ പറ്റിപ്പിടിക്കുന്ന കാണാം. കുറച്ച് കൂടുതൽ പറ്റിപ്പിടിച്ചു എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല അടിപൊളിയായിരിക്കും അത്. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. കണ്ണിയുടെ അകലം കുറഞ്ഞ അരിപ്പയാണ് ഇതിന് നല്ലത്. ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ എല്ലാം ഒന്നും അരഞ്ഞിട്ടുണ്ടാവില്ല ഇല, അത് കുഴപ്പമില്ല, അരയുന്നത്രയും മതി. ജ്യൂസ് നമ്മൾ അരിച്ചെടുത്തു. ഒന്ന് ഞെക്കി ഇതിൻ്റെ ഇഞ്ചിയുടെയും നാരങ്ങയുടെ ഒക്കെ നീരും കൂടി ഒന്ന് അകത്തേക്കാക്കാം. മതി. ഇനി കുറച്ച് നാരങ്ങ കൂടി. ഇത്തവണ ഞാൻ കുരു കളയാതെ, കുരു വീഴാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. നടക്കും തോന്നുന്നില്ല, കുരു ഒന്ന് കളയട്ടെ. എന്നാലും കുരു ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം വീണു, കുഴപ്പമില്ല, അത് നമുക്ക് മാറ്റിയെടുക്കാം. അതിൽ ഒന്ന് രണ്ടെണ്ണം വീണിട്ടുണ്ട്. ഓക്കെ, കുരു മാറ്റി. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിൻ്റെ. അതാ ഇലയുടെ കളർ എങ്ങനെയുണ്ടോ അത് തന്നെ വരും. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ നോക്കിക്കോളൂ കളറ് വരുന്നത്. അടിപൊളി. ഒരു ഗ്ലാസും കൂടി ഉണ്ട്. 2 ഗ്ലാസ് ജ്യൂസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 ഇലയല്ലേ എടുത്തത്, അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഇതിൽ ഉപ്പ് കുറച്ച് കൂടിപ്പോയി അറ്റത്ത്. അത് എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമാണ്, അടുത്തവണ ശരിയാവുമായിരിക്കും. അപ്പോൾ നമ്മൾ പച്ചമുളകില്ലാത്ത ജ്യൂസ് ഉണ്ടാക്കി. ഇനി നമുക്ക് മാറ്റി വെച്ച പച്ചമുളക് ഇപ്പോൾ അടിച്ച ആ ചണ്ടിയും കൂടെ ഞാൻ ആ ജ്യൂസിൽ തന്നെ ഇടുകയാണ്, മിക്സറിൽ തന്നെ ഇടുകയാണ്. ബാക്കി ഇലയും ഇഞ്ചിയും നാരങ്ങയും ഒക്കെ കൂടി ഇട്ട് അതേ പ്രൊസീജിയറിൽ ചെയ്തെടുത്തു. പക്ഷേ കളറ് കണ്ടോ, കളർ കുറച്ച് കുറവാണ് മറ്റേതിനേക്കാളും. പച്ചമുളക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടേസ്റ്റും ചെറിയ വ്യത്യാസമുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജ്യൂസ് സൂപ്പർ. എവിടെയോ നമ്മുടെ ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഇതിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ആ ഇഞ്ചി നാരങ്ങ കോമ്പിനേഷൻ്റെ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല കൂളിംഗ് എഫക്റ്റാണ്, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയാൻ 50 സബ്സ്ക്രൈബേഴ്സുകളെല്ലാം കൂടി ആയിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ എൻ്റെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കണ്ട. താങ്ക് യു. നമുക്ക് മാവില കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഈ കാക്ക ശരിയല്ലല്ലോ.